നമസ്കാരം. ലോകസ്ഥിതിയുടെ കർത്താവായ മഹാവിഷ്ണു സപ്തഗുണമൂർത്തിയാണ്. വിഷ്ണു എന്ന പദത്തിന് എല്ലായിടവും നിറഞ്ഞവൻ എന്നാണ് അർത്ഥം. പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിയും നിലനിൽപ്പും നിക്ഷിപ്തമായ വിഷ്ണുവിനെക്കുറിച്ച് ചില പരാമർശങ്ങൾ ഋഗ്വേദത്തിൽ കാണുവാൻ സാധിക്കും. മഹാപ്രളയത്തിൽ സർവ്വതും നശിച്ചതിനു ശേഷം 120 ബ്രഹ്മവർഷക്കാലം പ്രപഞ്ചം ശൂന്യമായി അവശേഷിക്കും. ആ മഹാശൂന്യതക്കൊടുവിൽ വിസ്തൃതമായ ജലപ്പരപ്പിൽ മഹാവിഷ്ണു ഒരു പേരാലിൻ്റെ ഇരയിൽ പള്ളികൊള്ളുന്നതായി കാണപ്പെടും. അങ്ങനെയാണ് അടുത്ത മഹായുഗം ആരംഭിക്കുന്നത്. നാരത്തിൽ അഥവാ ജലത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഭഗവാന് നാരായണൻ എന്നുകൂടി പേരുണ്ടായി. ഭൂമിദേവിയും ലക്ഷ്മീദേവിയുമാണ് ഭഗവാന്റെ ഭാര്യമാർ. ശ്രീവത്സാങ്കിതനായ വിഷ്ണുവിൻ്റെ ശംഖ് പാഞ്ചജന്യമെന്നും ചക്രം സുദർശനമെന്നും ഗദ കൗമോദകി എന്നും രത്നം കൗസ്തുഭമെന്നും വാൾ നാന്തകമെന്നും വില്ല് ശാർഗമെന്നും മാല്യം വൈജയന്തി എന്നും അറിയപ്പെടുന്നു. വിഷ്ണുവിൻ്റെ വാഹനം ഗരുഡനാണ്. പൂർണ്ണാവതാരങ്ങളായും അംശാവതാരങ്ങളായും ആദിഭഗവാന് അനവധി അവതാരങ്ങളുണ്ട്. സനകൻ, സനന്ദൻ, സനൽകുമാരൻ, കപിലൻ, ദത്താത്രേയൻ, നാരദൻ, മോഹിനി, ഗരുഡൻ, ധന്വന്തരി, വ്യാസൻ തുടങ്ങിയവരെല്ലാം വിഷ്ണുവിൻ്റെ അംശാവതാരങ്ങളാണ്. ദേവന്മാർ, മനുക്കൾ, മനുപുത്രന്മാർ, പ്രജാപതിമാർ, മഹർഷിമാർ എന്നിവരും വിഷ്ണുവിൻ്റെ അംശങ്ങളും കലകളുമാണ്. ദേവി ഭാഗവത പ്രകാരം 26 അവതാരങ്ങളാണ് മഹാവിഷ്ണുവിനുള്ളത്. ധർമ്മത്തിന് ക്ഷയം സംഭവിച്ച് അധർമ്മം കൊടികുത്തി വാഴുന്ന സമയത്ത് ധർമ്മം പുനഃസ്ഥാപിക്കുവാനായി ഭഗവാൻ അവതാരങ്ങൾ എടുക്കുന്നു. വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളാണ് ഏറ്റവും പ്രധാനം. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, ബലരാമൻ, കൽക്കി എന്നിവരാണ് ദശാവതാരങ്ങൾ. ഇതിൽ ശ്രീകൃഷ്ണൻ എല്ലാ അർത്ഥത്തിലും മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരം തന്നെയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ധാരാളം വിഷ്ണു ക്ഷേത്രങ്ങളുണ്ട്. പൊതുവെ ക്ഷേത്രങ്ങളിലെല്ലാം ചതുർബാഹു വിഗ്രഹങ്ങളാണ് കാണപ്പെടുന്നത്. പൊതുവെ വലതുഭാഗത്ത് മുകളിലുള്ള കൈയിൽ ചക്രവും താഴെയുള്ള കൈയിൽ പത്മവും, ഇടതുഭാഗത്ത് മുകളിലുള്ള കൈയിൽ ശംഖും താഴെയുള്ള കൈയിൽ ഗദയും പിടിച്ചിരിക്കുന്ന രീതിയിലാണ് ഈ വിഗ്രഹങ്ങളെല്ലാം കാണപ്പെടുന്നത്. കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിലുള്ള അനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിഷ്ണുവിൻ്റെ ഇരിക്കുന്ന രൂപത്തിലുള്ള വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ഒരു തടാകത്തിലാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വിഷ്ണുവിൻ്റെ ശയന രൂപത്തിലുള്ള വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്തുള്ള പന്നിയൂരാണ് അതിപുരാതനമായ വരാഹമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം നിലനിൽക്കുന്നത്. വിഷ്ണു വിഗ്രഹത്തിന് പകരം വിഷ്ണു ചൈതന്യമടങ്ങിയ സാളഗ്രാമം പൂജിക്കുന്ന പതിവും കാണുവാൻ സാധിക്കും. ഇവ വിഷ്ണുവിൻ്റെ അംശത്തിൽ നിന്നും ഉത്ഭവിച്ചവയാണെന്നാണ് വിശ്വസിക്കുന്നത്. അതിനാൽ തന്നെ വിഷ്ണു വിഗ്രഹം നിർമ്മിക്കുന്നതിനും ഈ ശില ഉപയോഗിച്ചു വരുന്നു. ലക്ഷ്മി നാരായണം, സുദർശനം, നരസിംഹം എന്നിങ്ങനെ 19 വിധത്തിലുള്ള സാളഗ്രാമങ്ങൾ ഉണ്ട് എന്ന് പുരാണങ്ങളിൽ കാണുന്നു. അഷ്ടാക്ഷരം, ദശാക്ഷരി, ദ്വാദശം, ഷോഡശാക്ഷരി, ത്രൈലോക്യ മോഹന ഗോപാലം, സുദർശനം, അനന്തശയനം, സന്താനഗോപാലം, ധന്വന്തരി, നരസിംഹം, ശ്രീവിദ്യാഗോപാലം എന്നിങ്ങനെ മഹാവിഷ്ണുവിന് അസംഖ്യം രൂപകൽപ്പനകളുണ്ട്. വിഷ്ണു ക്ഷേത്രങ്ങളിൽ 4 പ്രദക്ഷിണം വേണമെന്നാണ് നിയമം. സർവേശ്വരകാരകനായ വ്യാഴത്തിൻ്റെ ഭാവഘടനയുമായി ഏറ്റവും യോജിക്കുന്ന ദേവതാ സങ്കല്പമാണ് വിഷ്ണു. വ്യാഴദശാകാലം, വ്യാഴം ചാരവശാൽ ജന്മം, 3, 4, 6, 8, 12 എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന കാലങ്ങൾ എന്നിവയിൽ വിഷ്ണുനാമ ഭജനം അത്യുത്തമമാണ്.
ഇക്കാലങ്ങളിൽ ജന്മനക്ഷത്രം തോറും വിഷ്ണുപൂജ നടത്തുന്നതും ദോഷശാന്തി ലഭിക്കുവാൻ അത്യുത്തമമാണ്. ജാതകത്തിൽ വ്യാഴം 6-ൽ നിൽക്കുക, ചാരവശാൽ 6-ൽ സഞ്ചരിക്കുക എന്നിവ മൂലം ഉണ്ടായേക്കാവുന്ന ശത്രുദോഷങ്ങൾക്ക് പരിഹാരമായി സുദർശനമൂർത്തിയെ ഭജിക്കുകയും സുദർശന ഹോമം നടത്തുകയും ചെയ്യുന്നത് അതീവ ശുഭകരം തന്നെയാണ്. വ്യാഴം 5-ൽ നിൽക്കുന്നത് സൃഷ്ടിപരവും ബുദ്ധിപരവുമായ പ്രവർത്തനങ്ങൾക്ക് വളരെ ഉത്തമമാണ്. ഇവർ നിത്യവും നരസിംഹമൂർത്തിയെ ഭജിക്കുന്നതും നരസിംഹ ക്ഷേത്ര ദർശനം നടത്തുന്നതും അതീവ ശുഭകരമാണ്. ജാതകത്തിൽ 5-ലോ 9-ലോ വ്യാഴം നിൽക്കുക, വ്യാഴം ലഗ്നാധിപനാകുക എന്നിങ്ങനെയുള്ള അവസരങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും വിഷ്ണു പൂജ നടത്തുന്നതും അതീവ ഗുണകരം തന്നെയാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ദോഷങ്ങൾക്കെല്ലാം പരിഹാരമാകുകയും ജീവിതത്തിൽ ശ്രേയസ്സും ഐശ്വര്യവും വർദ്ധിക്കുകയും ചെയ്യുന്നു. മഹാവിഷ്ണുവിൻ്റെ പ്രാർത്ഥനാ മന്ത്രങ്ങളും ധ്യാന ശ്ലോകങ്ങളും അതിവിശിഷ്ടമാണ്. വിഷ്ണുവിൻ്റെ പ്രാർത്ഥനാ മന്ത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്രകാരമാണ്: ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ എന്ന മന്ത്രമാണ് ഏറ്റവും വിശേഷപ്പെട്ടത്. വിഷ്ണുവിൻ്റെ മൂലമന്ത്രം ഓം നമോ നാരായണായ എന്നതാണ്. മഹാവിഷ്ണുവിൻ്റെ 12 നാമങ്ങൾ ഇപ്രകാരമാണ്: ഓം കേശവായ നമ, ഓം നാരായണായ നമ, ഓം മാധവായ നമ, ഓം ഗോവിന്ദായ നമ, ഓം വിഷ്ണവേ നമ, ഓം മധുസൂദനായ നമ, ഓം ത്രിവിക്രമായ നമ, ഓം വാമനായ നമ, ഓം ശ്രീധരായ നമ, ഓം ഹൃഷികേശായ നമ, ഓം പത്മനാഭായ നമ, ഓം ദാമോദരായ നമ. ഇവ കൂടാതെ വിഷ്ണുവിൻ്റെ ശതനാമ സ്തോത്രം, അഷ്ടോത്തര ശതനാമ സ്തോത്രം, വിഷ്ണു സഹസ്രനാമം തുടങ്ങിയവയും നിത്യജപത്തിന് ഏറ്റവും ഉത്തമമാണ്. വിഷ്ണു പ്രീതിയിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാകും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക. ഭഗവാനിൽ പൂർണ്ണ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഇനി മുതൽ പ്രയത്നിക്കുക. കൂടാതെ മന്ത്രജപത്തിൽ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവയൊന്നും കൂടാതെ വിഷ്ണു ക്ഷേത്ര ദർശനവും വഴിപാടുകളും നിങ്ങളുടെ ജീവിതചര്യയാക്കുക. ഇവയിലൂടെയെല്ലാം വിഷ്ണുപ്രീതി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുറച്ചു വിശ്വസിക്കുക. വിഷ്ണുപ്രീതിയുണ്ടായാൽ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകും എന്നുള്ള കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതാണ്.